ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അഭിലാഷ്, ശൈത്യ, അനുമോൾ, ജിസേൽ, നെവിൻ, ഒനിയൽ സാബു ഇവർ 6 പേരും ഹൗസ് മേറ്റ്സ് തന്നെ സ്വേച്ഛാധിപതിയാവാൻ തെരഞ്ഞെടുത്ത ആളുകളാണ്. ഒരു ഡിബേറ്റിലൂടെയാണ് ഇവരെ എല്ലാവരും കൂടി തെരഞ്ഞെടുത്തത്. അപ്പോൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് 2 ടേബിൾ ആക്കി കൊടുത്ത് 3 പേരുടെ ഓരോ ഗ്രൂപ്പ് ആക്കി ബിഗ് ബോസ് നിർത്തിയിരിക്കുകയാണ്. ബാക്കി ഹൗസ് മേറ്റ്സ് ബെഞ്ചിൽ ഇരിപ്പുണ്ട്. 15 സെക്കൻഡുകൾ ബിഗ് ബോസ് കൊടുത്തു. ഓരോ ടീമിനായിട്ട് 15 സെക്കൻഡുകൾ എന്നല്ല, ആകെ കൂടെ 15 സെക്കൻഡുകളായിരുന്നു ബിഗ് ബോസ് 2 ടീമിനായിട്ടും കൊടുത്തത്. 2 ടീമിൽ നിന്നും ഓരോരുത്തരെ പുറത്താക്കണം എന്നൊരു കാര്യമാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഈ 15 സെക്കൻഡുകൾ കൊണ്ട് ഡിസിഷൻ എടുക്കാൻ അവർക്ക് ആയില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ബാക്കി ഹൗസ് മേറ്റ്സ് ആണ് തീരുമാനം എടുക്കേണ്ടത്. 15 സെക്കൻഡുകളൊന്നും ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിനുള്ള ഒരു ടൈം ഫ്രെയിം ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവില്ല എന്നൊരു 2-3 വട്ടം പറഞ്ഞാൽ തന്നെ തീർന്നു പോകുന്ന ഒരു സമയമേ ഉള്ളൂ 15 സെക്കൻഡുകൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ഡിസിഷൻ എടുത്തില്ല ഇരു ടീമുകളും. ഡിസിഷൻ ഹൗസ് മേറ്റ്സിലേക്ക് പോയി. ആദ്യത്തെ ടീമിൽ നിന്നും അനുമോളെയും രണ്ടാമത്തെ ടീമിൽ നിന്നും ഒനിയൽ സാബുവിനെയുമാണ് ഐക്യകണ്ഠേന എല്ലാവരും കൂടി തെരഞ്ഞെടുത്തത്. അനുമോൾ ഡിബേറ്റിൽ നന്നായിട്ട് സംസാരിച്ചില്ല എന്നും അതേപോലെ ഒനിയൽ സ്വേച്ഛാധിപതിയായാൽ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കില്ല എന്ന റീസണുമാണ് എല്ലാവരും പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടായിരുന്നു ആ ഒരു കത്തിക്കൽ പരിപാടി നടന്നത്. ഒരു പ്രഹസന പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജിസേലും നെവിനും കൂടി ചേർന്ന് നിന്ന് ഒനിയൽ സാബുവിന്റെ ഫോട്ടോ കൊണ്ടുപോയി തീ കൊടുത്തു, കത്തിച്ചു. ഒനിയലിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ആ ഒരു ഗെയിം സ്പിരിറ്റിന് എടുത്ത് അത് അവിടെ വിടുന്ന ഒരു കാഴ്ചയാണ്. അനുമോളുടെ ഫോട്ടോ കത്തിക്കാൻ നേരത്ത് അനുമോൾ ഒരു കാര്യം പറഞ്ഞു. അനുമോൾ അവിടെ കരയോ സീൻ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അനുമോൾ ഒരു കാര്യം പറഞ്ഞു, എന്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് ഒരാൾ കത്തിക്കുന്നത് എന്ന്. ആര്യനോട് ചിരിക്കരുത് എന്നും അനുമോൾ പറയുന്നുണ്ട് കേട്ടോ. അനുമോൾ അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പലരുടെയും വൈകാരിക തലങ്ങൾ വേറെ ആയിരിക്കും. ഒനിയലിന് അതൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷെ അനുമോൾക്ക് അതൊരു ഇമോഷണൽ കാര്യമാണ്. അതിനിപ്പോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനുടനെ ടാസ്ക് ചെയ്യുമ്പോൾ സീരിയൽ നടി ആവുന്നത് എന്തിനാ? അനുമോൾ കരയുമെന്ന് എത്ര പേര് പറയുന്നു, കൈ പൊക്ക് എന്നൊക്കെ പറഞ്ഞ് വെറും ചീപ്പ് ഷോ ഇറക്കിയത് ആര്യനാണ്. ഇതിലെന്താണ് ഞാൻ ചിരിച്ചപ്പോ ഷോ ഇറക്കിയില്ലോന്നോ, എന്റെ ഇമോഷന് വിലയില്ലേന്നോ, അങ്ങനെ എന്തൊക്കെയോ ആര്യൻ അവിടെ ഇരുന്ന് പുലമ്പുന്നുണ്ടായിരുന്നു. ആര്യന്റെ മലയാളം മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഇത്തിരി പാടാണ്. എന്തായാലും ഇതായിരുന്നു ഈ ഒരു ടാസ്കിന്റെ ആദ്യത്തെ റൗണ്ട്. ഇതിൽ നിന്നും അനുമോളും ഒനിയൽ സാബുവും പുറത്തായി. അടുത്ത റൗണ്ട് ഒരു വടംവലി ടാസ്ക് ആണ് എന്നാണ് പ്രൊമോയിൽ കണ്ടത്. നെവിനും ജിസയിലും ഒരു ടീമിൽ, ഓപ്പോസിറ്റ് ടീമിൽ അഭിലാഷൻ, ശൈത്യ. ഈ ഒരൊറ്റ റൗണ്ടിൽ നിർണയിക്കും ആരാവും ഈ ആഴ്ച ഹൗസിലെ സ്വേച്ഛാധിപതി എന്നുള്ളത്. അത് ലൈവിൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.